ഹായ് ഷെരീഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിലെ സ്റ്റാഫ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്, അഥവാ HR മാനേജ്മെന്റ്. ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് HR മാനേജ്മെന്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ്. കാരണം ബിസിനസിന്റെ പ്രവർത്തനങ്ങളിലെ പല തലത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ ബിസിനസ്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ ഘടകങ്ങളെയും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇന്ന് പല കാര്യങ്ങൾക്കും നമ്മൾ ഓട്ടോമേഷൻ രൂപത്തിലുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ബിസിനസ്സിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയില്ല. ഇവിടെ ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ അദ്ദേഹത്തെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് വരെ ആ എംപ്ലോയിയെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ബിസിനസ്സുകാരൻ അറിഞ്ഞിരിക്കണം. ചെറിയ ബിസിനസ്സുകളിലൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന എംപ്ലോയി തിരഞ്ഞെടുപ്പ് മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുക. ഒന്നുകിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മളെ ബിസിനസ്സിലെ ജോലിക്കാരായിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ കുടുംബക്കാരെ കൊണ്ടുവരും, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ബിസിനസ്സിലേക്ക് എംപ്ലോയി ആയിട്ട് കൊണ്ടുവരും. ഇവിടെ മുതൽ അവരുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അപ്പം ബിസിനസ്സിലേക്ക് ഒരു എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് പൊസിഷനിലേക്കാണ്, ഏത് ജോബ് കാറ്റഗറിയിലേക്കാണ് ആ ആളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, ആ ആളുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ഇത് പ്രധാന ഘടകമാണ്. ഇത് പരിഗണിക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബക്കാരെയോ അല്ല സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെയോ ഒക്കെ നിങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തന ക്ഷമത ആ ബിസിനസ്സുകാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല നിങ്ങൾക്ക്. അവരൊരു എംപ്ലോയി ആയിട്ട് അവിടെ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അനുസരിക്കുന്നുണ്ടാവും, പക്ഷെ അവരിൽ നിന്ന് കിട്ടേണ്ട പൂർണ്ണമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാതായി മാറും. നിങ്ങളുടെ നടത്തേണ്ട ബിസിനസ്സുകളുടെ ടേൺ ഓവർ, ബിസിനസ് കൃത്യമായിട്ട് നടക്കാതെ വരും. നിങ്ങൾക്ക് കൃത്യമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാതെ വരും. ബിസിനസ് പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ബിസിനസ്സിലെ എംപ്ലോയി ആരായിരിക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്താൻ പാടുള്ളൂ. അതുപോലെ നിങ്ങളുടെ എംപ്ലോയിയെ നിങ്ങൾ കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ബിസിനസ്സിൽ നിലനിർത്തേണ്ടത്. ഒട്ടുമിക്ക ബിസിനസ്സുകളിലും കാണാറുള്ളത് ബിസിനസ്സുകാരനും എംപ്ലോയിയും കീരിയും പാമ്പും പോലെ ആയിരിക്കും. കാരണം ഒരു എംപ്ലോയി പോലും ബിസിനസ്സുകാരനോട് യോജിച്ച് അല്ല നല്ല രൂപത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളായിരിക്കില്ല. ഒട്ടുമിക്ക ബിസിനസ്സുകളും പരാജയപ്പെട്ട ഒട്ടുമിക്ക ബിസിനസ്സുകളും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാവുന്ന കേസ്, അവിടുത്തെ എംപ്ലോയി എംപ്ലോയറുമായിട്ട് എതിർ ദിശയിലായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഇതെന്താണ് സംഭവിക്കുക? ആ ബിസിനസ്സിലെ ഗ്രോത്ത് കൊണ്ടുവരുന്നതിന് തടസ്സമാകും. അവിടെ ബിസിനസ് പരാജയത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ബിസിനസ്സിലേക്ക് ഒരു എംപ്ലോയിയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനെ റിക്രൂട്ട് ചെയ്യേണ്ട പ്രോസസ്സ് രീതികൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്, നിങ്ങളുടെ എംപ്ലോയി ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ വന്ന ആളെ നിങ്ങൾ കൃത്യമായും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവര് നിങ്ങളുമായിട്ട് എപ്പോഴാണോ എതിർ ദിശയിലേക്ക് പോകുന്നത് ആ പ്രശ്നത്തെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അതിന് പരിഹാരം കൊണ്ടുവന്നുകൊണ്ട് വേണം ആ എംപ്ലോയിയെ നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിർത്താൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അതൊരു പരാജയത്തിന് കാരണമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ബിസ് ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബിസ് ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റി എന്നാൽ ബിസിനസ്സുകാർക്ക് അവർക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും അവർക്ക് കൂടുതൽ നോളജുകൾ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട്
ബിസ് ബ്രാൻഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ ഇതുവരെ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും ബിസിനസ്സിൻ്റെ നിങ്ങളുടെ പ്രോബ്ലംസുകളെയും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിസ് ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റി. താങ്ക് യു. അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.